അല്പം മാന്യതയാവാം താഴെ മമ്മൂട്ടിയുടെ ചിത്രവും. ഇതൊരു സഖാവിൻ്റെ ഫേസ്ബുക്ക് വാളിൽ ഇട്ടിരുന്നതാണ്. മമ്മൂട്ടിയുടെ വയനാട് സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് വിവാദം. തന്നെ ചുറ്റിപ്പറ്റി നിന്ന ഒരു CPM പ്രവർത്തകനോട്, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ എന്നെ ചുറ്റിപ്പറ്റി നിന്നാൽ ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ഇതാണ് മമ്മൂട്ടി അദ്ദേഹത്തോട് പറഞ്ഞത്. അതിനെതിരെയാണ് ഈ പോസ്റ്റർ. യഥാർത്ഥത്തിൽ ഈ തലക്കെട്ടിന് താഴെ മമ്മൂട്ടിയുടെ ചിത്രം കൊടുത്തതിന് പകരം ആ CPM പ്രവർത്തകൻ്റെ ചിത്രമാണ് കൊടുത്തിരുന്നതെങ്കിൽ കുറച്ചുകൂടി യോജിക്കുമായിരുന്നു. ഒരു കലാകാരൻ, സിനിമാ നടനായാലും പാട്ടുകാരനായാലും ജനങ്ങളുടെ പൊതു സ്വത്താണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടാകും, എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടാകും. തൻ്റെ സാന്നിധ്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ദുർവിനിയോഗം ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ ആ കലാകാരൻ അതിനെതിരെ നടത്തുന്ന സ്വാഭാവിക പ്രതികരണമാണ് മമ്മൂട്ടിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. രാഷ്ട്രീയക്കാർ തന്നെ യഥേഷ്ടം ഉപയോഗിച്ചോട്ടെ എന്ന് കരുതി അവർക്ക് വിധേയമായി നിന്നുകൊടുക്കുന്ന കലാകാരന്മാരെയും നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത് മോഹൻലാൽ അങ്ങനെ ഒരു സ്വയം സമർപ്പണത്തിലൂടെയാണ് പിണറായി വിജയനുമായിട്ടുള്ള ഇൻ്റർവ്യൂവിന് തയ്യാറാകുന്നത്. അതിലൊരു പ്രശ്നമില്ലാത്തവർക്ക് അതാകാം. നേരത്തെ അക്ഷയ് കുമാർ മോഡിയുടെ ഇൻ്റർവ്യൂ എടുത്തപ്പോഴും അതാണ് സംഭവിച്ചത്. അത് ഒരു കലാകാരൻ്റെയും തീരുമാനമാണ്. ഇവിടെ മമ്മൂട്ടി തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിച്ചെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്. സ്വന്തം രാഷ്ട്രീയം മാർക്കറ്റ് ചെയ്യാൻ സിനിമാ താരങ്ങളുടെ പ്രശസ്തി വേണം എന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ നേതാവിനോ തോന്നുന്നുവെങ്കിൽ അതവരുടെ രാഷ്ട്രീയമായ പരാജയമാണ്. ഇതിനിടയ്ക്ക് ഈ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽപ്പെട്ട രാഷ്ട്രീയ നേതാവ് അദ്ദേഹം വയനാട്ടിൽ നടത്തിയ സേവന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഒരു ചരിത്രമൊക്കെ വിവരിച്ചുകൊണ്ട് CPM സഖാക്കൾ അദ്ദേഹത്തെ ന്യായീകരിക്കാനും മമ്മൂട്ടിയെ വിമർശിക്കാനുമൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം ആളുകൾ ജനസേവനം ചെയ്യുന്നത് ഏതെങ്കിലും കലാകാരന്മാർക്കൊപ്പം നിൽക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയാണോ അതോ ജനസേവനം തന്നെയാണോ ലക്ഷ്യമെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ മമ്മൂട്ടിയെ പോലെ ഒരാളെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇത്തരം ആളുകൾ അവർ ഇത്രയും കാലം വിളിച്ച മുദ്രാവാക്യവും സ്വന്തം നേതാക്കളുടെ പ്രസ്താവനകളും ഒക്കെ ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും.